നമസ്കാരം. ശരീരത്തിലെ വിഷാംശത്തെ പുറത്തള്ളാനും വൃക്ക രോഗങ്ങളെ തടയാനും വൃക്കയിലുണ്ടാവുന്ന കല്ല്, മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ അകറ്റാനും, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ക്രിയാറ്റിൻ ലെവൽ കൂടിയിട്ടോ അല്ലെങ്കിൽ പ്രമേഹ രോഗ സാധ്യതയുള്ളവരോ മുടി കൊഴിച്ചിൽ അധികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും ഒക്കെ തന്നെയുള്ള ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഒരു പരിഹാര മാർഗമായിട്ടുള്ള ഒരു മരുന്ന് കൂട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. ഇതിൽ നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ തന്നെ വളരെ സമൃദ്ധമായിട്ട് ഇതൊരു കള പോലെ നമ്മൾ പറിച്ച് കളയുന്നതും, പലർക്കും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അത്ര തന്നെയുള്ള അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഇത് പലപ്പോഴും ഗൗനിക്കാതെ പോവാറുണ്ട്. മറ്റൊന്നുമല്ല, പാഷാണഭേദി എന്ന് ചില സംസ്ഥാനങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മലയാളത്തിൽ ഇതിനെ ചെറുള എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ആലില, കല്ലൂർ വഞ്ചി, ബലിപ്പൂവ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ ദശപുഷ്പങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ പലർക്കും ഇതിനെക്കുറിച്ച് ആ രീതിയിലായിരിക്കും അറിവ് കൂടുതൽ. മൂത്രശോധനീയ ഔഷധങ്ങളിൽ ഒന്നായ ചെറുള മൂത്രാശയ കല്ലിനെയൊക്കെ തന്നെ ഇല്ലാതാക്കാൻ, ദ്രവിപ്പിച്ചു കളയാനൊക്കെ ഇതിൻ്റെ ഒരു ഉപയോഗം കൊണ്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ചില പ്രമേഹ രോഗികൾക്ക് ഒരു പ്രത്യേക രീതിയിലും, അതുപോലെ ക്രിയാറ്റിൻ കൂടിയിട്ടോ ശരീരത്തിൽ നീർക്കെട്ട് വന്നിട്ടുള്ള വേദനയൊക്കെ അകറ്റാനും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ തന്നെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് മറ്റൊരു രീതിയിലും. ഇനി ഇത് ഗർഭിണികളാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കേണ്ട രീതി ഇതൊക്കെ തന്നെ വ്യത്യസ്തമാണ്. അത് ഏതൊക്കെ എന്നുള്ളത് വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പല വിശ്വാസങ്ങളും ഈ ചെറുളയെ പറ്റിയിട്ടുണ്ട്. അതിലൊന്നാണ് മുടിയിൽ ചൂടിയാൽ പോലും ഇത് ആയുസ് വർദ്ധിക്കുമെന്ന് പറയുന്നത്. ആയുസ് വർദ്ധിക്കും എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ശരീരത്തിൽ ഉണ്ടാവുന്ന ഒട്ടുമിക്ക അസുഖങ്ങൾക്കും ഇത് നല്ലൊരു പ്രതിവിധിയാണ് എന്ന് വേണം പറയാൻ. ഇത് ഞാൻ ഈ മേൽ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾക്ക് മാത്രമല്ല, അതുപോലെ നമുക്ക് ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സൗന്ദര്യ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാര മാർഗമായിട്ട് ഇതിനെ ഉപയോഗിക്കാറുണ്ട്. അത് ഏതൊക്കെയെന്ന് നോക്കാം. ചെറുള ഇല അല്പം എടുത്തിട്ട് നെയ്യിലോ പാലിലോ ഇട്ട് കാച്ചി കഴിക്കുന്നത് മൂത്ര അശ്മരി അല്ലെങ്കിൽ നമ്മുടെ മൂത്രത്തിൽ കല്ല് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ വളരെ നല്ലൊരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ തടങ്ങളിലൊക്കെ തന്നെ നീര് വന്ന് വീർത്തിരിക്കുന്ന ഐ ബാഗ്സ് ഒക്കെ കാണാറുണ്ട്. അല്ലെങ്കിൽ ശരീരത്തിൽ തന്നെ കാൽപാദത്തിലൊക്കെ നീര് കാണാറുണ്ട്. ക്രിയാറ്റിൻ ലെവൽ കൂടിയിട്ടോ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകളിലൊക്കെ എപ്പോഴും കാണുന്നതാണ്. മൂത്രപ്പുകച്ചിൽ, മൂത്രച്ചൂട് എന്നൊക്കെ പറയും. ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ഒരു രീതിയാണ്. കാൽപാദത്തിൽ നന്നായിട്ട് നീര് കാണുക, അതുപോലെ തന്നെ ദേഹത്തിന് ചൂട് അധികമായിട്ട് അനുഭവപ്പെടുക, ആർത്തവ വിരാമത്തോടെ എടുക്കുന്ന സ്ത്രീകൾക്കും അല്ലെങ്കിൽ അത് ഈ മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും ശരീരത്തിൽ നല്ല ചൂടായിരിക്കും, ചുട്ടുപുകച്ചിലും ഹോട്ട് ഫ്ലാഷസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് ശീതവീര്യമുള്ളതാണ്, ബോഡിയെ തണുപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കി ഉപയോഗിക്കാം. ഇനി ഇത്തരം ആരോഗ്യ പ്രശ്നത്തിന് മാത്രമല്ല, നമ്മുടെ കൃമിശല്യം പോലുള്ള പ്രശ്നങ്ങൾ, വയറ് സംബന്ധമായിട്ടുള്ള അത്തരം ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടെങ്കിൽ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രശ്നങ്ങളൊക്കെ തന്നെ പുരുഷന്മാർക്കുള്ളതോ അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിലും ഒക്കെ ഡെലിവറിക്ക് ശേഷമൊക്കെ തന്നെ ചിലർക്ക് മൂത്രം അറിയാതെ പോകുന്ന അല്ലെങ്കിൽ ഇങ്ങനെ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇത്. മുഴുവനായിട്ടുള്ള സമൂലമുള്ള ചെറുള നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു 60 ഗ്രാം ചെറുള നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 1 ലിറ്റർ വെള്ളവും അതുപോലെ തന്നെ അത് തിളപ്പിച്ച് ഒരു 250 ml ആയിട്ട് വറ്റിച്ചിട്ട് അതിലുള്ള ആ ഒരു ചെണ്ടി ഭാഗം ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ് 125 മില്ലി ആക്കിയിട്ട് വീണ്ടും ഒന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് ഒരു 60 മില്ലി വീതം 2 നേരമായിട്ട് രാത്രി ഭക്ഷണത്തിന് മുൻപും അതുപോലെ പകൽ ഭക്ഷണത്തിന് മുൻപുമായിട്ട് ഇത് തുടർന്ന് കൊണ്ടുപോയാൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ നല്ലതാണ്. ഇനി നല്ലൊരു കുടിവെള്ളമായിട്ട്, ഒരു പാനീയമായിട്ടും നമുക്കിതിന് ഉപയോഗിക്കാൻ പറ്റും. ഇത് സമൂലമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഇലയെടുക്കാം, അല്പം വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളച്ച് കുടിവെള്ളം പോലെ തന്നെ ഉപയോഗിക്കാനും പറ്റും. ഇതുപോലുള്ള ചെറിയ രീതിയിലുള്ള നീരും വേദനയും പ്രശ്നങ്ങളൊക്കെ അകറ്റാനും ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും നല്ലതാണ്. ഇനി നിങ്ങൾക്ക് കൊളസ്ട്രോൾ രോഗികളാണ്, അതുപോലെ പ്രമേഹ സാധ്യതയുള്ളവരാണെങ്കിലൊക്കെ ഇതുപോലുള്ള വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പ്രമേഹ രോഗ സാധ്യതയുള്ളവരും പ്രമേഹ രോഗികൾ, ഇൻസുലിനൊക്കെ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇല ഒരു പിടി നന്നായിട്ട് എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് മോരിലും കൂടെ ചേർത്ത്
ഇടിച്ചോ ചതച്ചോ ചേർത്തിട്ട് അതുമായിട്ട് ചേർത്തിട്ട് ഭക്ഷണത്തിന് മുൻപേ കഴിക്കുന്നത്. ഇത് കുറച്ച് നാൾ അങ്ങനെ തുടർച്ചയായിട്ട് സേവിച്ചുകൊണ്ടിരുന്നാൽ വളരെ നല്ല മാറ്റം കാണാറുണ്ട്. തലയിൽ ചെറിയ കുരുക്കളൊക്കെ വരുന്നവർ, അല്ലെങ്കിൽ തലയ്ക്ക് എപ്പോഴും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ സ്കിന്നിൽ ചില റാഷസ് ഒക്കെ കാണുന്നുണ്ട്, ചൂട് കാലത്തൊക്കെ തന്നെ ചൂടുകുരു പോലെയൊക്കെ സ്കിന്നിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നവർ, അങ്ങനെ നമ്മുടെ തലമുടി അമിതമായിട്ട് കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഏറ്റവും നല്ലൊരു റെമഡിയാണ് ചെറുള. ഉണ്ടെങ്കിൽ ഒട്ടും തന്നെ കളയേണ്ടതില്ല. ഒരു 3, 4, 5 തണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കടഭാഗം വെച്ച് പറിച്ചെടുത്തിട്ട് വേരോടെ പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി അത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു കപ്പിലിട്ട് തിളപ്പിച്ച് ആ ഒരു വെള്ളം കൂടെ കുളിക്കുന്ന വെള്ളത്തിൽ ചേർത്തിട്ട് തല കഴുകാനും ദേഹം കഴുകാനും ഒക്കെ തന്നെ എടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വേറെയുണ്ട് ഗുണം. ശരീരത്തിൽ അവിടെ ഇവിടെ നീരും വേദനയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പലരും ഇത് ഉപയോഗം അറിയാതെ എടുത്ത് പറിച്ച് കളയാറുണ്ട്. നമുക്കൊക്കെ ഇതൊരു കളസസ്യമായിട്ട് വളർന്നു വരുന്നതാണ്. ഔഷധം പോലെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഇതുപോലെ തന്നെ പ്രഗ്നൻസി കേസിൽ ചില സമയത്ത് ആദ്യ കാലങ്ങളിലൊക്കെ തന്നെ സ്പോട്ടിങ്, ബ്ലീഡിങ്, ഒരു സ്പോട്ട് പോലെയൊക്കെ തന്നെ ബ്ലഡിൻ്റെ സ്പോട്ടൊക്കെ കാണുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഇലയൊക്കെ ഇടിച്ച് പിഴിഞ്ഞെടുത്ത് ഒരു ടീസ്പൂണിൽ ഒരു പകുതി തേനും ഒക്കെ ചേർത്ത് കഴിക്കുന്നത്. ഇങ്ങനെ പ്രഗ്നൻസി കേസിലായാലും മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുടെ കേസിലായാലും എപ്പോഴും നിങ്ങൾ നേരിട്ടുള്ള കൺസൾട്ടേഷനിൽ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യാൻ ഉപയോഗിക്കുക. ഇനി അതുപോലെ തന്നെ ഇത് സുഖപ്രസവത്തിന് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തല തിരിഞ്ഞു വരുന്നതിന് അമ്നിയോട്ടിക് ഫ്ലൂയിഡൊക്കെ നോർമലാക്കി വെക്കുന്നത്, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു 7ാമത്തെ മാസം കഴിഞ്ഞാൽ ഇത് ഓരോ മാസത്തിലും ഓരോ ഔഷധങ്ങൾ വീതം പാൽക്കഷായം വെച്ച് കഴിക്കാറുണ്ട് സുഖപ്രസവം എന്നുള്ള ഒരു കാര്യത്തിനായിട്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ ഈ 7ാം മാസത്തിന് ശേഷം ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതിന് ഉപയോഗിക്കേണ്ട രീതി വേറെയാണ്. അല്പം ഇതിൻ്റെ വേരാണ് ഉപയോഗിക്കേണ്ടത്, ബാക്കി ഭാഗമൊന്നും ആവശ്യമില്ല. നന്നായിട്ട് മണ്ണൊക്കെ കളഞ്ഞ് ക്ലീനാക്കി ഒന്ന് ചെറുതായിട്ട് വെട്ടി അരിഞ്ഞ് ഒന്ന് ചതച്ചെടുത്തിട്ട് ഒരു കോരാ ക്ലോത്തിലൊക്കെ തന്നെ ഒരു പോട്ടല്ലി പോലെ അല്ലെങ്കിൽ ഒരു കിഴി പോലെ കെട്ടിയിട്ട് അത് പാൽക്കഷായം വെക്കാനാണ്. പാൽക്കഷായം വെക്കേണ്ട ഒരു രീതി 30 ഗ്രാം വേര് 1/2 ഗ്ലാസ് പാലിൽ 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് വറ്റിച്ച് പാലിൻ്റെ അളവായി മാറിക്കഴിഞ്ഞാൽ കിഴി പിഴിഞ്ഞു മാറ്റിയിട്ട് ഈ ഒരു കഷായം കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതുപോലുള്ള ഗർഭിണികളിൽ ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ്. ചെറുളയും തഴുതാമയും തന്നെ തുല്യ അളവിലെടുത്തിട്ട് അതൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ അരച്ച് പേസ്റ്റാക്കി ഉരുളയാക്കി കരിക്കിൻ്റെ വെള്ളത്തിലൊക്കെ ചാലിച്ച് കുതിർത്ത് കഴിക്കുന്നതും ഒക്കെ തന്നെ ഈ ഒരു കിഡ്നി സ്റ്റോണിനെ കളയാൻ നല്ലൊരു മാർഗമായിട്ട് പറയുന്നുണ്ട്. മൂത്രാശയ രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും അല്ലെങ്കിൽ മൂത്രപ്പുകച്ചിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് ഏറ്റവും മികച്ചതാണ് ചെറുള. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാം. മൂത്രാശയ സംബന്ധമായിട്ടുണ്ടാകുന്ന അണുബാധ, മറ്റ് പ്രതിസന്ധികളേക്കൊക്കെ പരിഹാരം കാണുന്നതിന് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യത്തിന് വില്ലനാകുന്ന പ്രതിസന്ധിയിൽ ഒരു കഷ്ണം ചെറുളയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഈ വേദന ശമിപ്പിക്കാനും തന്നെ ശരീരത്തിലുണ്ടാവുന്ന പല വിധത്തിലുള്ള വേദനയുണ്ടല്ലോ, അതിന് പരിഹാരം കാണാൻ നല്ലതാണ്. ചെറുളയിട്ട് സാധാരണ വെള്ളം തിളപ്പിച്ച് കുളിക്കുന്നതും ശരീരത്തിലെ വേദന, നടുവേദന അതുപോലെ ഉണ്ടാകുന്ന ഒരുപാട് അവസ്ഥകൾക്ക് ഏറെ നല്ലതാണ്. പലപ്പോഴും തന്നെ പൈൽസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രോഗികൾ പുറത്തു പറയാൻ മടിക്കുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ സമയത്ത് ബ്ലീഡിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇത്തരം രക്തസ്രാവത്തെയൊക്കെ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുള ഉപയോഗിക്കാൻ പറ്റും. വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നോ കഷായം വെച്ച് കുടിക്കുന്നതോ ഒക്കെ ഏറെ ഗുണകരമാണ്. അതുപോലെ തന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായാലും ഇത് ഉപയോഗിക്കാൻ പറ്റും. പാലിലോ നെയ്യിലോ ഒക്കെ കാച്ചി കഴിക്കുന്നതിലൂടെ തന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. എന്നതിന് പുറമെ നമുക്ക് കൃമിശല്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ നല്ലതാണ്. അതിനും മോരിൽ ചേർത്ത് മുൻപ് പറഞ്ഞ രീതിയിൽ കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്കും ഇത്തരം കൃമിശല്യമുള്ളവർക്കും വയറ് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറെ ഉത്തമം. ഇതുപോലെ ഒത്തിരിയേറെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ വിടരുത്. ഇതുപോലുള്ള ഗുണങ്ങളൊക്കെ തന്നെ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ദശപുഷ്പങ്ങളിൽ വെക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു പൂവല്ല ചെറുള എന്നുള്ള ഒരു ഔഷധ സസ്യം. ഇതിനെ ഈ രീതിയിലൊക്കെ തന്നെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യാനും കൂടെ മടിക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.